तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामय नमामि चिन्मयं देवं सद्गुरु ब्रह्म विद्वरं। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। उद्देश्यं समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरम्। अन्तर्यश्च बहिर्विभूततिमिरं ज्योतिर्मयं शाश्वतं स्थानं प्राप्य विराजते विनमदा अज्ञानमुन्मूलयन्। पश्यन् विश्वमपीतमुल्लसति यो विश्वस्य पारे परः तस्मै श्रीरमणाय योगगुरवे शोकस्य हन्त्रे नमः। तस्मै श्रीरमणाय योगगुरवे शोकस्य हन्त्रे नमः। कर्तुराज्ञया प्राप्यते फलं कर्म किं परं कर्म तज्जडं। कृतिमहो ददौ फलनकारणं फलमशाश्वतं गतिनिरोधकम्। ईश्वरार्पितं नेच्छया कृतं चित्तशोधकं मुक्तिसाधकम्। कायवाङ्मनः कार्यमुत्तमं पूजनं जपश्चिन्तनं क्रमात्। जगत ईशधि युक्तसेवनम् अष्टमूर्तिर्देवपूजनम्। उत्तमस्तवादुच्चमन्ततः चित्तजं जप ध्यानमुत्तमम्। आज्यधारया श्रोतसासमं सरलचिन्तनं विरलः परम्। देवभावना सोऽहमित्यसौ भावनाभिधा पावनीमता। भावशून्यस भावसुस्थितिः भावनाबला भक्तिरुत्तमा। क्रिस्तले मनः स्वस्थता क्रिया भक्तियोगबोधश्च निश्चितम्। वायुरोधनात् दीयते मनः जालपक्षिव रोधसाधनम्। वायुरोधनात् दीयते मनः जालपक्षिव रोधसाधनम्। കർമ്മഭക്തിക്ക് ശേഷം, അത് കർമ്മയോഗത്തിന്റെയും ജ്ഞാനയോഗത്തിന്റെയും ആ രണ്ട് മാർഗത്തിന് ശേഷം
എല്ലാ മാർഗത്തിന്റെയും ലക്ഷ്യം ഒന്നാണ് എന്നത് ഭഗവാൻ ഉപയോഗിച്ചു. എന്താ എല്ലാ മാർഗത്തിന്റെയും ലക്ഷ്യം എന്താണ്? എന്താ എല്ലാ മാർഗത്തിന്റെ ലക്ഷ്യം? ഞാൻ എന്തായാലും ഭഗവാൻ പറഞ്ഞത് മോക്ഷമാണെങ്കിൽ പറഞ്ഞ ഉത്തരം കറക്കാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞ എന്താണ്? ആ ഹൃദയത്തില് അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപത്തിൽ ഉറച്ചിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് കർമ്മയോഗം ആയിക്കോട്ടെ, ജ്ഞാനയോഗം ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന യോഗങ്ങളായിക്കോട്ടെ, എന്താ ലക്ഷ്യം? ആ പുസ്തകത്തില് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനാണ് നമ്മൾ മോക്ഷം വിളിക്കാൻ. ഓക്കെ, അപ്പൊ ഉത്തരം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഭഗവാൻ ചോദിച്ചത് എന്താണ്? ചോദ്യം ചോദിച്ചത് ഭഗവാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അതെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താ? സ്വന്തം അവസ്ഥയില് ശാന്തമായിട്ടിരിക്കുക അതാണ് ലക്ഷ്യം. ആ ഹൃദയത്തിൽ അടങ്ങുക. എങ്കിലോ അവനവന്റെ സ്വരൂപത്തിൽ ഉറച്ചിരിക്കുക. സ്വരൂപം എന്താണെന്നൊക്കെ അറിയണേ, നമ്മൾ വരുന്ന സമയത്ത് കാണും. ഇനിയോ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നത് കണ്ടു. അപ്പൊ അതെന്താ? ഭക്തിമാർഗമായിക്കോട്ടെ, ജ്ഞാനമാർഗമായിക്കോട്ടെ, കർമ്മമായിക്കോട്ടെ, അതല്ല രാജയോഗമായിക്കോട്ടെ, ഇതെല്ലാം ലക്ഷ്യം ഒന്നിലേക്ക് എത്തിക്കും. ഇനി അഷ്ടാംഗ യോഗം തുടങ്ങി. അപ്പം അഷ്ടാംഗ യോഗത്തില് നമ്മള് അതിന്റെ 8 അംഗങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നിയമം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ എന്നെല്ലാം പറഞ്ഞത് നമ്മൾ കണ്ടു. ഓക്കെ, ഇതില് ഭഗവാൻ പറഞ്ഞു തുടങ്ങാം കാര്യം. ഇതിനെല്ലാം കണക്ഷൻ ഉണ്ട്. എന്താ കണക്ഷൻ ഇതിലെല്ലാത്തിലും ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇന്നത്തെ കൂടെ നമ്മുടെ ക്ലിയർ ആക്കുന്നു. കർമ്മയോഗവും അതേപോലെ ഭക്തിയോഗവും പറഞ്ഞു വരുമ്പോ ലക്ഷ്യം അതാണെങ്കിൽ കൂടെയും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ, ഈശ്വരനെ അർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ കൂടെ നമ്മളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിക്കുക എന്നുള്ളതാണ് ഇന്നത് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെ അത് കുറച്ചും കൂടെ എവിഡന്റ് ആയിട്ട് കാണിക്കും. ഇതിന്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ 3 യോഗങ്ങളിലും മനസ്സിനെ പിടിക്കുന്നതിനെ പറ്റി പറയുമെങ്കിൽ 4ാമത്തെ യോഗത്തിൽ മനസ്സേ ഇല്ല എന്ന് പറയും. അതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്നത് എന്താണ് വരാൻ പോകുന്നതെന്ന് നേരത്തെ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിനെ പറ്റി പറയും. മനസ്സ് എന്താണ്? മനസ്സ് ചിന്തകളുടെ പ്രവാഹമാണ്. മനസ്സ് അങ്ങനത്തെ ഐറ്റം അല്ല പറയാ. പിന്നെ എങ്ങനെ നമുക്ക് ആ മോക്ഷത്തിലേക്ക് എത്താം, അതിന് എന്താണ് മനസ്സിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും രാജയോഗ മാർഗത്തിൽ കൂടെ ഭഗവാൻ കാണിച്ചത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ എന്താ? ഇവിടെ മനസ്സാണ് പ്രശ്നം അല്ലേ? മനസ്സാണ് പ്രശ്നം. ഇപ്പൊ നമ്മളൊരു പുതിയ ക്യാമ്പ് എടുക്കാൻ പറ്റും. മനസ്സാണ് വിഷയം എന്നാണ്. വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കും മനസ്സാണ്. അത് മാത്രമല്ല മനസ്സാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമായി പോയല്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? മനസ്സാണ്. ഈ മനസ്സിനെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ശ്വസന നിയന്ത്രണമാണ്. ശ്വസന നിയന്ത്രണമാണ്. അത് പക്ഷികളെ വലയിലാക്കുന്നത് പോലെ മനസ്സിനെ പിടിക്കാനുള്ള എളുപ്പമാർഗമാണ്. വലയിലാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലാൻ വേണ്ടി മാത്രമല്ല പക്ഷിയെ വലയിൽ പിടിക്കുക. തത്തയൊക്കെ എന്തിനാണ് പിടിക്കുന്നത്? വീട്ടിൽ കൂട്ടിട്ട് വളർത്താനൊക്കെ. അപ്പൊ മരിക്കാൻ പാടില്ല, ചത്തുപോകാൻ പാടില്ല. അത് മാത്രമല്ല അതിനൊരു തരത്തിലുള്ള ഹാം ഉണ്ടാവില്ല, ചിറക് തൊടിയാൻ പാടില്ല. അപ്പൊ എന്താ? ആ രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പിടിക്കാനും പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ പിടിക്കുന്നത് പോലെയാണ് പ്രാണായാമം കൊണ്ട് നമ്മുടെ മനസ്സിൽ പിടിക്കുന്നത്. അപ്പൊ നമ്മളെ ഇന്നലെ പ്രാണവീക്ഷണം എന്നതിനെ നമ്മൾ കണ്ടു. അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാണനെ വീക്ഷിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും എളുപ്പമാണ് മനസ്സിനെ ശാന്തമാക്കാൻ. ഇത് വീട്ടിലാരെങ്കിലും നമ്മളോട് വഴക്കുണ്ടാക്കി വെച്ചു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ ദേഷ്യം വരുവാണെങ്കിൽ ആ ദേഷ്യം വരുന്ന സ്ഥലത്തും നമ്മൾ മാറണം. അങ്ങനെയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ദേഷ്യം ആൾക്കാർ സ്വാമി എങ്ങനെ നമ്മൾ ദേഷ്യം കുറയ്ക്കാം എന്ന് പറയുന്നത്, ദേഷ്യം കുറയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ദേഷ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ദേഷ്യം നമ്മളെ പിന്നെ തള്ളിയിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതിൽ നിന്നാണ് ആദ്യം നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നത്. അതിന്റെ ബെസ്റ്റ് പരിപാടി എന്താണ്? അവിടുന്ന് മാറുക. മാറിയാൽ എന്താണ്? ഈ ഒരു കലിപ്പ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? ഓരോരുത്തർ സമാധാനമായിട്ട് കണ്ണട ചിരിക്കുക. ഈശ്വരനെ ചിന്തിച്ചില്ലെങ്കിൽ എന്താണ്? നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശ്വാസത്തിനെ കാണാൻ ശ്രമിക്കുക. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമ്മൾ ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും. അപ്പം ഇത് നമ്മളെല്ലാവരും പരിശീലിക്കണം എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത് ധ്യാന പരിശീലനത്തിന്റെ ഒക്കെ തുടക്കമാണ്. ധ്യാനത്തിന്റെ അല്ല, ധ്യാന പരിശീലനത്തിന്റെ തുടക്കമാണ്, പൂജയുടെ തുടക്കമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ചില പൂജയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പ്രാണായാമ എന്ന് പറഞ്ഞിട്ട് പൂജയുടെ അംഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തിനാ ഇത്? ഇതിനാന്ന് വെച്ചാൽ ഞാൻ അവിടെ പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ മനസ്സ് അവിടെ ശാന്തമായിട്ട് അവിടെ ഇരിക്കണം.
നമ്മളിപ്പോഴെന്താ എന്താ ആചരണം ചെയ്യുക, അതിനുശേഷം കണ്ടാൽ നന്നാഗ്രഹം മണിയടിക്കും, അതിനുശേഷം സങ്കല്പം എടുക്കും, അതിനുശേഷം പ്രാണായാമം കൊണ്ട് ഇതൊരു അംഗമായിട്ട് പൂജയിൽ ചെയ്തു കൊടുക്കും. അങ്ങനെയല്ല, നമ്മള് പൂജ ചെയ്യുന്ന സമയത്ത് എന്തിനാ അതിന്റെ ഒരു ഭാഗമായിട്ട് പ്രാണായാമം ചെയ്യുന്നത്? പ്രാണായാമം ചെയ്ത് ആ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സവിടെ വേണം. ആ സമയത്ത് മനസ്സ് ഓടി നടക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മനസ്സറിയിക്കുക. പിന്നെ ദിഗ്ബന്ധം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ ദിഗ്ബന്ധിക്കുന്ന സമയത്ത് എന്താ, വേറെ ഒരു തരത്തിലുള്ള ശക്തികൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരാൻ പാടില്ല. അതിനു വേണ്ടിട്ടാ നമ്മളിങ്ങനെ ചെയ്ത് എന്തുള്ള സാധനം. പക്ഷെ ആ ഒരു സാധനയിൽ ചെയ്യുന്ന ആൾക്കാർ പറയാം, രാമകൃഷ്ണ പരമഹംസരൊക്കെ ദിഗ്ബന്ധം ചെയ്യുമ്പോഴത്തേക്കും അഗ്നി വരുമായിരുന്നു. അത് ആ രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ എന്താ പ്രാണായാമ പൂജയ്ക്കെല്ലാം മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ അവിടെ രൂപപ്പെടുത്തുകയാണ്. എന്തിന്? പൂജ ചെയ്യാൻ വേണ്ടിട്ട്. പൂജയാണ് സാധന, പക്ഷെ അവിടെ പ്രാണായാമത്തിന്റെ ആവശ്യമുണ്ട്. കാര്യം മനസ്സ് ഇളകിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പൂജ ചെയ്ത് കാര്യമില്ല. അതിന് നമ്മൾ പൂജയാണ്. ഇപ്പൊ നമ്മളെന്താ പേരിന് മാത്രം ഒരു പ്രാവശ്യം പ്രാണായാമം ചെയ്തിട്ട് നമ്മൾ പൂജ ചെയ്യും. ചില സമയത്ത് മനസ്സിനെ പിടിച്ചിട്ട് വേണം എന്താ കൃത്യമായിട്ട് പൂജ സാധനമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ. അപ്പൊ നമ്മള് ഇത് കണ്ടു. അപ്പൊ എന്താണ്, പക്ഷിയെ പിടിക്കുന്നത് പോലെ എങ്ങനെയാണോ വല ഉപയോഗിച്ച് പക്ഷിയെ പിടിക്കുന്നത്, അതേപോലെ നമ്മുടെ പ്രാണായാമം ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് മനസ്സിനെ പിടിക്കും. ഇനി ഈ പ്രാണനും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താ? പ്രാണനെ പിടിച്ചിട്ട് ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ കൂടെയും ഇതല്ല എന്താ ബന്ധം, എന്താ ഇതിന്റെ ഒരു ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ 12ാമത്തെ ശ്ലോകം. എന്താ 12ാമത്തെ ശ്ലോകം? ചിത്തവായവ ചിത്ക്രിയായുതാഃ ചിത്തവായവ ചിത്ക്രിയായുതാഃ ശാഖയോർദ്വൈ ശക്തിമൂലകാഃ ശാഖയോർദ്വൈ ശക്തിമൂലകാഃ ചിത്തവായവ ചിത്ക്രിയായുതാഃ ശാഖയോർദ്വൈ ശക്തിമൂലകാഃ. എന്താ ബന്ധം? ഈ മനസ്സും പ്രാണനും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? മനസ്സും പ്രാണനും ജീവവായുവും വായവ പ്രാണനും യഥാക്രമം അറിവും പ്രവർത്തനക്ഷമവും ഉള്ളതാണ്. എന്താണ്? ചിത്താണ്, അതേപോലെ തന്നെ ക്രിയ. ഇത് രണ്ടും കൂടെ ബന്ധപ്പെടണം. എന്താണ് നമ്മൾ കാണും? മാത്രമല്ല ഇവ രണ്ടും ആ അടിസ്ഥാന ശക്തിയുടെ ഈശ്വരന്റെ ശക്തിയായിട്ടുള്ള മായയുടെ രണ്ട് ശാഖകളാണ്. അതിന്റെ അകത്തുനിന്നാണ് ഇതെല്ലാം പറയുന്നത്. ഇതിന്റെ അകത്തുനിന്ന് ഭഗവാനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാൻ സൃഷ്ടിക്കുന്ന സമയത്ത് ശക്തിയാണ് സൃഷ്ടിക്കുക, മായയാണ് സൃഷ്ടിക്കുക. അപ്പൊ ആ മായയുടെ രണ്ട് ശാഖകളാണെന്ത്? മനസ്സായിക്കോട്ടെ പ്രാണനായിക്കോട്ടെ. അപ്പൊ അതാണ് അത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ചോദിക്കുകയാണ്, ഈ പ്രാണൻ നിയന്ത്രിച്ചാൽ എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാം? നമുക്ക് അവിടെ എവിഡൻസ് ഉണ്ടെങ്കിൽ എന്താ ബന്ധം? ഇത് രണ്ടിന്റെയും റൂട്ട് കോസ് ഒന്നാണ്. ഇത് രണ്ടും ഒന്നേക്കും എന്തിനകത്തുനിന്നാണ്? ആ ശക്തി മൂലശക്തിയിൽ നിന്നാണ് വന്നിരിക്കുക. ആ മായ വായുവാണ് പ്രാണനാണ്. പ്രാണൻ എന്താ നമുക്ക് ചെയ്യാം? ഇപ്പൊ ഇത് ഈ വാക്കുകളൊക്കെ ഇപ്പൊ ഭയങ്കര പേടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ള കാര്യം എന്താ വെച്ചാല് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രാണനെയൊക്കെ വ്യാഖ്യാനിക്കുക. നമ്മള് ഇത് കുറച്ച് ആധ്യാത്മികമായിട്ട് താല്പര്യമുള്ളവര് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇന്റർവ്യൂ ഒക്കെ കേൾക്കുന്ന സമയത്ത് എന്തൊക്കെ സാധനം പറയാ ആൾക്കാര്. അവര് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളിവിടെ അതായിരിക്കത്തില്ല ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ അത് ശരിയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിവിടെ പ്രാണൻ ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ വൈറ്റൽ ഫോഴ്സ്, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റൽ ഫോഴ്സ് ആണ്. നമ്മള് ടെക്നിക്കലി അത് പഠിക്കുന്ന സമയത്ത് 5 തരം പ്രാണനുണ്ട്, പിന്നെ ഉപപ്രാണനുണ്ട് എന്നെല്ലാം പറയും. ഈ പ്രാണൻ എന്താ യഥാർത്ഥത്തിൽ ചെയ്യാം? നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് വേണ്ട വൈറ്റാലിറ്റി, ഉയിര് ഇത് നൽകുകയാണ് ഈ പ്രാണൻ ചെയ്യാം. അതുകൊണ്ടാണ് ശ്വാസം മുട്ടിച്ച് പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം ഇല്ലാത്ത സ്ഥലത്ത് എത്തുന്ന സമയത്ത് നിങ്ങള് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ അറിയാം, ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ആവും. അതായത് ചില സ്ഥലത്ത് പ്രത്യേകിച്ച് ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാല് രാത്രിയില് ഓക്സിജൻ കുറയുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ആവും. തലകറക്കമല്ല, അവര് ഇതായിട്ട് വല്ലാത്ത രീതിയിൽ അവർ തീരുമാനിച്ചത്. കാര്യം വെച്ചാൽ ആവശ്യത്തിന് ബ്രെയിനിലേക്ക് സാധനം കിട്ടാതോ മനസ്സും അത് കണക്കാകുന്നതാണ്. ഇത് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് മനസ്സെന്ന് പറയുന്നത് ചിത്തം എന്നാണ് പറഞ്ഞിരിക്കുക. അതെന്താണ്? അത് ഇച്ഛാശക്തി അല്ലെങ്കിൽ ചിത്ശക്തി എന്താണ്? അത് ജ്ഞാനശക്തിയാണ്.
ജ്ഞാനം. എന്താ ജ്ഞാനം? ജ്ഞാനം എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങളൊക്കെ ഓരോ വസ്തുക്കളെ ഗ്രഹിക്കുന്നുണ്ട്. കണ്ണ് രൂപങ്ങളെ ഗ്രഹിക്കുന്നുണ്ട്, ഇത് ശബ്ദത്തിനെ ഗ്രഹിക്കുന്നുണ്ട്, നാവ് രുചിയെ ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അറിയുന്ന ആരാ? മനസ്സാണ് അറിയുന്നത്. മനസ്സാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്, അവരിത് കേൾക്കുന്നില്ലായിരിക്കും, ചിലപ്പോ എന്നെ കാണുന്നില്ലായിരിക്കും. കാര്യം മനസ്സ് വേറെ ഇത് നമ്മളെല്ലാവരും ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലെ ഭാര്യ സംസാരിക്കുന്ന സമയത്ത് ഭർത്താവ് തിരഞ്ഞെടുക്കുന്നതാണ്, ഭർത്താവ് സംസാരിക്കുന്നത്. ഇതാണ് സ്ഥിരം പ്രശ്നത്തിലുള്ള കാര്യം. എന്താ കാര്യം? മനസ്സാണ് അവിടെ ഗ്രഹിക്കുന്നത്. മനസ്സവിടെ ഇല്ല എങ്കിൽ എന്താണ്? ഇന്ദ്രിയങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് നമ്മുടെ ചെവിക്കകത്തെ പിൻഭാരം അനങ്ങിയാലും എന്താ നമുക്കത് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്? മനസ്സെന്ന് പറയുന്നത് ജ്ഞാനശക്തിയാണ്. അതേപോലെ പ്രാണൻ എന്താണ്? അത് ക്രിയാശക്തി. അതാണ് പറയാ ചിത്തവായവ ചിത് ക്രിയായുക്തം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്താണ്? ചിത്ത്, ഈ മനസ്സ്, ചിത്തും അതേ പ്രാണൻ ക്രിയയും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ശാഖയോദ്വയി ശക്തി മൂലകം. ഈ രണ്ട് ശിഖരങ്ങളാണ്. എന്തിന്റെ? ആ മൂലശക്തിയായ മായയുടെ രണ്ട് ശിഖരങ്ങളാണ്. നമ്മൾ ഒന്നിനെ പിടിച്ചാൽ മറ്റേത് വരും. നമ്മളങ്ങനെ ഈ ഓണക്കാലായാലും എങ്ങനെ നമ്മൾ പൂവരയ്ക്കുമ്പോ പിള്ളേർ എങ്ങനെ പൂവരയ്ക്കാൻ പോകുന്നത്? മേലുള്ള ഒരു ചെമ്പരത്തി പൂ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ താഴെയുള്ള ഒരു ശിഖരത്തെ പിടിച്ച് വരയ്ക്കുമ്പോഴത്തേക്കും മേലുള്ള താഴെ വരും. ഇതേപോലെ ഈ പ്രാണനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ മനസ്സും അതിന്റെ കൂടെ വരും. ഇത് പറഞ്ഞു വിടുക. കാര്യം എന്താ വെച്ചാൽ ഇതിന് താല്പര്യമുണ്ട്. ഇത് കാരണം അടുത്ത ശ്ലോകത്തിൽ നമുക്കാണ് ഈ രണ്ട് ശിഖരങ്ങളും വരുന്നത് എന്താണ്? മൂലശക്തിയായിട്ടുള്ള മായയിൽ. മായയിൽ നിന്നാണ് ഈ രണ്ട് ശിഖരങ്ങൾ വരുന്നത്, മനസ്സും പ്രാണനും. ഇത് രണ്ടും ഭഗവാന്റെ ബേസിക് പവറാണ്. അതിന്റെ മായയിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ കണക്ഷൻ ഉണ്ട്. ഇത് തമ്മിൽ ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും കണക്ഷൻ. ഇനി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു എങ്കിൽ കൂടെ, പക്ഷെ എത്ര ശ്രമിച്ചാൽ നമ്മൾ എത്ര പ്രാണം പിടിച്ച് ഇങ്ങനെ വിട്ടിട്ട് അത് കഴിഞ്ഞ് പ്രാണം വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ ശിഖരത്തിനെ പിടിച്ച് ഇങ്ങനെ വെച്ചു, ഞാൻ ചില വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അതേപോലെ നമ്മൾ എത്രത്തോളം പ്രാണായാമം ചെയ്തു എന്ന് വെച്ചാലും മനസ്സിനെ നമുക്ക് അടക്കാൻ പറ്റും, മനസ്സിനെ ഇല്ലാതാക്കാൻ പറ്റും. ആദ്യം മനസ്സിനെ ഇല്ലാതാക്കുക, അതൊക്കെ നമ്മൾ വരും. അതാണ്, അതിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ? മനസ്സിനെ അടക്കാൻ, മനസ്സിനെ ഇല്ലാതാക്കാനല്ല. പ്രാണായാമം ചെയ്തതുകൊണ്ട് മനസ്സില്ലാതാവില്ല. ഓക്കെ, മനസ്സ് നശിക്കില്ല. അപ്പൊ ഈ മനസ്സിനെ വേരോടെ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേരോടെ മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സില്ലാതാകണമെങ്കിൽ എന്തോ ഇല്ലാതാക്കണം. എന്തിനെ ഇല്ലാതാക്കണം? എവിടുന്ന മനസ്സ് വന്നേക്കുന്നത്? മായയിൽ നിന്നാണല്ലോ. അപ്പൊ എന്റെ മനസ്സില്ലാതാകണമെങ്കിൽ എന്തില്ലാതാകണം? മായ ഇല്ലാതാകണം. എപ്പോഴേ മായ ഇല്ലാതാകുള്ളൂ? ഞാൻ ആ പരമാത്മ തത്വത്തിനെ അറിയുകയാണ്. ഇതാണ് എന്റെ കണക്ഷൻ പറയുന്നത്. അത് കണക്ഷൻ കിട്ടുന്നില്ലേ? അതായത് ഇവിടെ പറയാണ് മനസ്സുകൊണ്ട് പ്രാണനും. മനസ്സിനെ പിടിക്കാൻ എളുപ്പം എങ്ങനെയാണ്? പ്രാണനെ പിടിച്ചതുകൊണ്ടാണ്. അതെങ്ങനെ ശരിയാകാൻ? ഇത് രണ്ടുപേരും ആ മായയുടെ ഭാഗം. മനസ്സും പ്രാണനും ആ മായയുടെ ശിഖരമാണ്. ഇന്നത്തെ തുടക്കത്തിൽ എന്ത് പറ്റും? ഒരു ശിഖരമായിട്ടുള്ള പ്രാണനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് വളഞ്ഞു വരും. പക്ഷെ അത് പൂർണ്ണമായിട്ട് സെസേഷൻ നടക്കില്ല. ഒന്ന് വളഞ്ഞു വരുമെന്ന് സമാധാനപ്പെടുത്തും. അപ്പോ നമ്മള് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇതിൽ കൂടെ നമ്മളൊരു പടി കയറി ചിന്തിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഈ മനസ്സിനെ വേരോടെ ഇല്ലാതാക്കാൻ പറ്റുക? മനസ്സിന്റെ റൂട്ടായിട്ടുള്ള ആ മായയെ ഇല്ലാതാക്കിയാൽ മാത്രമേ. എന്താ മായ? മായ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുക? ഞാൻ ആ ആത്മതത്വത്തിനെ അറിയുമ്പോഴാണ്. അതാണ് ഇനി അഷ്ടാംഗ യോഗത്തിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓർക്കണം. അപ്പൊ ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതാക്കുക എന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് ആത്മതത്വത്തിനെ അറിയുക എന്ന് പറയും. അങ്ങനെയൊക്കെ എന്താണ്? ഈ മനസ്സിനെ ഇല്ലാതെയാക്കാൻ കഴിയും. ഓക്കെ, ഒന്നിനെ കൺട്രോൾ ചെയ്യാൻ മറ്റൊന്നിന്റെ സഹായത്തോടുകൂടി നമുക്ക് പറ്റും. ഓക്കെ, ഇനി തെറ്റിദ്ധരിക്കരുത്, മായ എന്ന് പറയുമ്പോൾ അതൊരു മോശ സാധനമാണ്. മോശ സാധനമായിട്ട് നമ്മൾ കരുതാറില്ല. പക്ഷെ ചില സമയത്തെങ്കിലും പറയില്ലേ മായ ഭയങ്കര പ്രശ്നമാണെന്ന്. അങ്ങനെ പിടിക്കണം. അതൊരു ഇല്യൂഷണറി പവറാണ് എന്ന് പറയുന്നത് ആചാര്യന്മാര്. അതല്ലെങ്കിൽ ഈ ക്രിയേഷനൊക്കെ കാരണം എന്താണ്? ഈ മായ. അതുകൊണ്ടാണ് മായ നമ്മൾ വേറെ ചില പേരിലൊക്കെ വിളിക്കുന്നത്. എന്തൊക്കെ പേര്? പരാശക്തി.
അതായത് ഇത് മുഴുവൻ ഉണ്ടാകാനുള്ള കാരണമായിട്ടുള്ള എന്താണ്? ആ പരാശക്തിയാണ്, ശക്തിയാണ്, മായാശക്തിയാണ്. ചില ആൾക്കാർ മായയെ വിളിക്കും പ്രകൃതി, ചില പ്രകൃതി ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ മോശമല്ല, ഏതാണെങ്കിലും പറയാം ഈ മായ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിനെ ഒക്കെ സൃഷ്ടിച്ചിരിക്കാനുള്ള കാരണം, സൃഷ്ടിക്ക് കാരണമാകുന്ന എന്താണ്? അവിടെ ആ മായ ഉള്ളതുകൊണ്ടാണ്, ശ്രീ ഉള്ളതുകൊണ്ടാണ്. ആ ശ്രീയാണ് ഉള്ളത് കൊണ്ടാണ് ശിവനും ശക്തിയും കൂടെ ചേർന്നാലേ ഇതെല്ലാം. ശിവ മാത്രമാണെങ്കിലോ അബ്സല്യൂട്ട് ട്രൂത്ത് മാത്രമായിരിക്കും. ഇവിടെ ഇത് കാണുന്നുണ്ടെങ്കിൽ, വൈദ്യ കാണുന്നുണ്ടെങ്കിൽ ഈ മായ, ഈ മായ തന്നെയാണ് മനസ്സിലുണ്ടാകുന്നത്. ഈ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ സംസാരം ഉണ്ടായിരിക്കും. മനസ്സിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാലേ ഈ സംസാരം ഇല്ലാതാകും. ഓക്കെ, ഈ സംസാരം ഇല്ലാതാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മനസ്സിനെ ഇല്ലാതാക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? മായ ഇല്ലാതാക്കണം. മായ ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഭഗവാനെ അറിയണം. ഇങ്ങനെയാണ് എന്റെ കണക്ഷൻ. കൺഫ്യൂഷൻ ആകുമ്പോ ഇതെല്ലോ കൊണ്ടുള്ളത് ആലോചിച്ചിട്ടുണ്ട്. പോയിന്റ് വളരെ ക്ലിയർ ആണ്. മനസ്സുകൊണ്ട് പ്രാണനുണ്ട്. പ്രാണനെ പിടിച്ചാൽ മനസ്സിനെ പിടിക്കാൻ പറ്റും. പക്ഷെ പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൂർണ്ണമായിട്ടുള്ള നാശമല്ല, കൺട്രോളിങ് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാകാം. പ്രാണൻ സ്ഥൂലമാണ്, സൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ സ്ഥൂലത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് പ്രാണനെ പിടിക്കാൻ പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റുക? അതാണ് 13ാമത്തെ ശ്ലോകം. 14ാമത്തെ ശ്ലോകത്തിൽ അതിനെ കുറച്ചുകൂടി വിശദീകരിക്കും. 13ാമത്തെ ശ്ലോകം എന്താണ്? രണ്ട് തരം മനസ്സ്, അല്ലെങ്കിൽ മനസ്സിന്റെ രണ്ട് സ്റ്റേറ്റുകള് എങ്ങനെയാണ്? 13 ലയ വിനാശനേ ഉഭയരോധനേ, ലയ വിനാശനേ ഉഭയരോധനേ, ലയഗതം പുനർ ഭവതിനോ മൃതം, ലയഗതം പുനർ ഭവതിനോ മൃതം, ലയ വിനാശനേ ഉഭയരോധനേ, ലയഗതം പുനർ ഭവതിനോ മൃതം. മനസ്സിന്റെ ലയം, മനസ്സിന്റെ വിനാശം, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ലയ, വിനാശം. ഇത് നല്ല രസമായിട്ട് എഴുതിയിരിക്കുന്നത്. ഒന്ന് പിന്നെ അതിന് ഇതായിട്ട് ഒന്ന്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മനസ്സിന്റെ ലയം, മനസ്സിന്റെ വിനാശം, ഇവ രണ്ടും എന്താണ്? പ്രാണന്റെയും മനസ്സിന്റെയും സംയോഗം കൊണ്ട് നടക്കും. ലയിച്ച മനസ്സ് വീണ്ടും വരും, വിനാശം സംഭവിച്ച മനസ്സ് തിരികെ വരിക. ഇതാണ് ഇതിന്റെ ഒരു സാമാന്യം. ഓക്കെ, ലയ വിനാശനെ ഉഭയവും, ലയവും വിനാശവും എന്താണ്? ലയം എങ്ങനെ നടക്കുക? പ്രാണന്റെ കൊണ്ടും, വിനാശം മനസ്സില്ലാതാകൊണ്ടും. ലയിച്ച മനസ്സ് തിരിച്ചു വരും, മരിച്ച മനസ്സ് എന്താണ്? തിരിച്ചു വരത്തില്ല. ഓക്കെ, എങ്ങനെയാണ് നോക്കാം? രണ്ട് തരം കൺട്രോളിംഗ്, രോധനം, രണ്ട് തരം കൺട്രോളിംഗ് ഉണ്ട്. എന്താണ്? ഒന്ന് മനോലയം, വേറെ മനോനാശം. അതിനെ പറ്റി പറയാം. രണ്ട് തരം കാര്യങ്ങൾ, ലയം, വിനാശം. എന്തിന്റെ ലയം, എന്തിന്റെ വിനാശം? മനസ്സിന്റെ ലയം, മനസ്സിന്റെ വിനാശം. മനോലയം എന്ന് പറഞ്ഞാൽ എന്താ? അബ്സോർപ്ഷൻ, ക്വയറ്റി, അല്ലെങ്കിൽ ഉറക്കി കിടക്കുക, ഉറങ്ങുകയാണ്. ഇനി മനോനാശം എന്താണ്? ഡിസ്ട്രക്ഷൻ, അനീഹിലേഷൻ, അല്ലെങ്കിലോ മനസ്സിനെ ഇല്ലാതാക്കുക. പ്രശ്നമാവോ ആ പ്രശ്നം ആകത്തില്ല എന്നുള്ളത് നമുക്ക് കാണാം. എങ്ങനെയാണ്? അതായത് മനോലയവും മനോനാശവും എങ്ങനെയാണ്? ഒരു പോയിന്റ് രണ്ട് സൈഡാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി മരിച്ചു കിടക്കുന്ന മനുഷ്യനും ഉറങ്ങുന്ന മനുഷ്യന്റെയും കാര്യം പറയാം. ഉറങ്ങുന്ന മനുഷ്യനും മരിച്ചു കിടക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പൊ മറ്റൊരാളെ എണീക്കാത്ത സമാധാനം, ഒരാളെ എണീറ്റ പേടിയോ, അങ്ങനല്ല. അതായത് ഒരാൾ തിരിച്ചെണീറ്റ് വരും, ഒരാൾ തിരിച്ചെണീറ്റ് വരും. ഓക്കെ, മറ്റൊരാള് വരത്തില്ല. ഈ ലയം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? അയാൾ എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ പ്രാണന്റെ പിടുത്തം കൊണ്ട് മനോലയം ഉണ്ടായി കഴിഞ്ഞാൽ ആ മനസ്സ് വീണ്ടും ആക്റ്റീവായിട്ട് വരും. ആക്റ്റീവായിട്ട് വരുമ്പോ ഇന്നലെ രാത്രി ഞാൻ ഓർത്തു വെച്ച കാര്യങ്ങളല്ലേ ഇന്ന് രാവിലെ എന്റെ മനസ്സിൽ കയറി വരിക. അതിൽ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. നാളെ ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നത്. നാളെ രാവിലെ ഞാൻ എനിക്ക് വരുമ്പോഴത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം എന്നുള്ളൊരു കണ്ടിന്യൂഷനിലായിരിക്കും നമ്മുടെ ജീവിതം പോവുക. ഓക്കെ, പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാലോ പിന്നെ ഇങ്ങോട്ട് വരവില്ല എന്ന് പറയുന്നതാണ്. ഈ ഒരു വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം.
അതുകൊണ്ടാണ് എന്താ പ്രാണായാമം ഈ മനോലയം ഉണ്ടാകും. മനോലയം ഉണ്ടാകും, മനസ്സിനെ അടക്കാം, പക്ഷെ നാശം ഉണ്ടാകും. സത്യത്തില് നമുക്ക് മനോനാശമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും മനസ്സുണർന്നിട്ട് പഴയ പോലെ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമില്ലേ, എന്റെ ഭഗവാനെ എന്തൊക്കെ ചെയ്തു എന്നിട്ട് പിന്നെ ചങ്കരഞ്ഞാന്ന്. ഞാൻ മൈക്കിൽ വെച്ച് ഞാൻ ഈ പറയുന്ന എന്റെ കഥ ഇത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന 99.99% ആൾക്കാരുടെ കഥയും ഇതാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയില്ലേ. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതൊരു കാര്യത്തില്ല, എനിക്ക് വളരെ കുറച്ച് കഥകളെ അറിയാവുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഗുരുവിന്റെ അടുക്ക അയച്ചിട്ട് ഒരു ശിഷ്യൻ ചോദിച്ചിട്ടുണ്ട്, ഗുരു എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുക ചോദിച്ചു. മനസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചോ ഇതാണ് ചോദ്യം. പൂർണ്ണമായിട്ട് ഗുരു പിന്നെ വരാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവനോടൊക്കെ കാര്യം അടിച്ചിട്ട് അരമണിക്കൂർ പിന്നെ നിയന്ത്രിച്ചോ ഫുള്ളായിട്ട് പിന്നെ വരാൻ പറഞ്ഞ് ഇപ്പോഴാ കുറച്ച് നാളെ കഴിക്കുവാണോ. ഇവന് 5-6 മാസം കഴിയുമ്പോൾ പിന്നെയും ഗുരു മനസ്സ് നിയന്ത്രിച്ചോ, ഗുരു പിന്നെ കുറിച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 വർഷം കഴിഞ്ഞ് ചോദിച്ചു. അങ്ങനെ ഗുരു വയസ്സായി ഏറ്റവും അവസാനം മരണശൈലിയായി കിടന്ന് മരിക്കാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും ഗുരു വിളിച്ചിട്ട് ആദ്യം വിളിക്കാൻ പറഞ്ഞു. ഓടി പിന്നെ എന്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ചു മരിച്ചു. അതായത് നമ്മുടെ മരണം വരെ ഈ സാധനം നമ്മൾ നമുക്ക് മനസ്സിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതൊരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കഥ പറയുന്നത്. അതായത് ഈ മനോലയം നമ്മൾ ഒരിക്കലും മനോനാശമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പക്ഷെ അതുകൊണ്ടാണ് ഗുരുദേവൻ പറയാ അലേർട്ട് വിജിലന്റ് ലിവിങ് ഇറ്റ്സെൽഫ് ഈസ് സാധന. അലേർട്ട് ആയിട്ട് വിജിലന്റ് ആയിട്ട് ജീവിക്കാൻ ഒരേ അർത്ഥമുള്ള 2 വാക്ക് നീ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അലേർട്ടും വിജിലന്റും രണ്ടും ഒരേ അർത്ഥമാണ്. എന്താ ഒരുമിച്ച് ഒരേ അർത്ഥമുള്ള ഒരേ സാധനം ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറയും, ടെക്നിക്കലി റോങ് ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അലേർട്ട് വിജിലന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ലോകത്തിലേക്ക് മനസ്സോടെ ഇടപെടുമ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം, ലോകത്തിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങോട്ട് എടുക്കുമ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം. ചില സമയത്ത് അതുകൊണ്ടാണ് അലേർട്ട് വിജിലന്റ് ലിവിങ്. അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്താണ് സാധനം, അത് തന്നെ സാധനയാണ്. എന്ത് ഏറ്റവും അലേർട്ടായിട്ട് ലോകത്തിൽ ഇടപെട്ട് ജീവിക്കുന്നത് തന്നെ എന്താണ് സാധനം. അത് ഞാനിപ്പോ ചൂടാൻ വെച്ചു നിങ്ങളോട് ആരെങ്കിലും ആ സമയത്ത് എന്റെ മനസ്സിന്റെ പിടി ഒന്ന് പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച് ഞാൻ ചിലപ്പോൾ വഴക്കെടുത്തു. നമ്മളെല്ലാരും വഴക്കിടുക, ഞാനും ഇത് കഥ പറയാൻ ഒരു ഉദാഹരണമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വഴക്കിടുന്ന സമയത്ത് 1 മിനിറ്റ് എന്റെ മനസ്സിൽ നിന്ന് എന്റെ അലേർട്ട്നെസ് പോയത് കൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അയാളുടെ മനോവികാരങ്ങളെ മാനിക്കാതെ ചിലപ്പോൾ ചൂടാക്കി. ചിലപ്പോൾ അതങ്ങനെ ഭയങ്കര ഇൻസൾട്ടായി കാണും, വിഷമമായി കാണും, പിന്നെ ജിജ്ഞാസയിൽ കയറാത്ത അവസ്ഥ ഉണ്ടായി കാണും. നേരെ കുറച്ച് ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ടാണ് ഇടപെട്ടിരുന്നെങ്കിലോ, ഒന്ന് അലേർട്ടായിട്ടായിരുന്നു ഇടപെട്ടിരുന്നെങ്കിലോ സംഭവിക്കും. ഇത് എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ മനോലയമാണ് നമ്മളിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ സാധകന്മാരൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ സാധനം ചെയ്ത് മനസ്സ് ശാന്തമാവും, ഞാൻ മനസ്സിനെ പിടിച്ചടക്കി എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പറഞ്ഞില്ലേ, നമ്മള് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൂജയുടെ ഭാഗമാകുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് ദിവസം വൃതങ്ങളൊക്കെ ശബരിമലയിലൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ശരിയാണ്, മനസ്സ് അടങ്ങി തോന്നല. ചില സമയത്ത് അത് ഈ സപ്രസ് ചെയ്ത സാധനം പിന്നെ പടക്കെന്ന് പറഞ്ഞായിരിക്കും പൊട്ടി വരും. ഇത് നിർത്താൻ പറ്റണമെന്നും ഇല്ല. അപ്പം മനോലയവുമായിട്ട് തെറ്റിയിരിക്കാൻ പറയട്ടെ. നമുക്ക് എല്ലാവർക്കും എന്താണ് മനോനാശമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചങ്കരപ്പിന്നെ തെങ്ങയെന്ന് പറഞ്ഞാൽ. ഇനി ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാൻ സാധ്യത ഇവിടെ ചില ആൾക്കാർക്ക് മനസ്സിലായിരിക്കും, ഈ മനോലയം എന്ന് പറയുന്നത് മനസ്സിന് ഒതുങ്ങുന്നതല്ലേ, ഇത് പിന്നെ വരും. അപ്പം ഈ മനോലയവും ഉറക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗസ്റ്റ് പരിപാടി ഒരു ദിവസം പണ്ട് നമ്മുടെ പിള്ളേരാണോ ഇങ്ങനെ ചോദിച്ച ചോദ്യം. അതായത് ഒരു ദിവസം നമ്മൾ ഉണർന്നിരുന്നാലല്ലേ പാപം ചെയ്യുള്ളൂ, അതുകൊണ്ടോ കൂടുതൽ നേരം ഉറങ്ങിയാൽ പാപത്തിന്റെ അതൊക്കെ ഇല്ലല്ലോ. വളരെ ബാരിഡായിട്ടുള്ള പോയിന്റ് അങ്ങനെ വർക്കൗട്ട് ആവുക. കാര്യം ഈ ഉറക്കം എന്ന് പറയുന്നത് അത് അൺകോൺഷ്യസ് ആണ്. അതായത് നമ്മളെപ്പോഴും ഉറങ്ങുന്നേ 10 മണിക്കാണ് ടയർഡ് ആവുന്നത്. നമുക്ക് സത്യത്തിൽ നമ്മളെപ്പോഴും ഉറങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടോ? അറിഞ്ഞുകൊണ്ടത് നമ്മൾ ഉറങ്ങാൻ കിടക്കും, അതിനോട് തയ്യാറെടുപ്പെടുത്തും, എപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോവാണ്. ആക്ച്വലി സ്പീക്കിംഗ് ചില ദിവസം 10 മണിയായാലും 11 മണിയായാലും 12 മണിയായാലും 1 മണിയായാലും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ചില ദിവസമാണെങ്കിൽ എന്താ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്.
സത്യത്തിൽ ഉറക്കം എന്താണ്? വളരെ താമസിക്കണം, അൺകോൺഷ്യസ്. നേരെ കുറിച്ച് മനോലയം നമ്മൾ പ്രാണായാമത്തിൽ കൂടെ ചെയ്യുന്നത് എന്താണ്? അത് മനഃപൂർവ്വമാണ്, അത് അവയർനെസ്സോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിനെ ടൈറ്റൻ ചെയ്യുന്നതായതുകൊണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ സംഭവിക്കുന്ന പ്രോസസ് രണ്ടും എന്താ? മനസ്സ് ശാന്തമാകും, പക്ഷെ പൊങ്ങി വരും. ഉറക്കത്തിൽ പിന്നെ എനിക്ക് കഴിഞ്ഞാൽ പഴയ സുധീർച്ചി തന്നെയായിരിക്കും ഇവിടെ നിൽക്കുക. ഓക്കെ, മാറത്തൊന്നുമില്ല. പക്ഷെ മനോനാശാണ്. മനോലയം എന്തെല്ലാം ആഗ്രഹങ്ങള് മനോലയത്തിന് മുമ്പുണ്ടായിരുന്നോ അതൊക്കെ മനോലയം കഴിയുമ്പോൾ തിരിച്ചു വരും. അതേ കണക്ക് തന്നെ വരും. ഓക്കെ, എനിക്ക് എന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അറിയാമെങ്കിലും ഞാൻ പ്രാണായാമൊക്കെ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കിയാലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് എന്ത് ചെയ്യും? അടച്ചാടും. ഇനി ഒരു ചോദ്യം വരെ, ഇപ്പൊ മനോനാശമാണ് വേണമെന്ന് പറഞ്ഞല്ലോ. അതായത് മനോനാശം കഴിഞ്ഞാൽ ഈ മനസ്സില്ല, ഈശ്വര പണി പാടൂ. എന്താ കാര്യം? മനസ്സ് നശിച്ചാൽ പിന്നെ ഞാൻ ഇവിടെ ജീവിക്കും. അതൊരു വലിയ ചോദ്യം. ഞാൻ മനസ്സ് എന്റെ നശിച്ചു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എന്റെ ആഗ്രഹം. അതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ ഇതിലുള്ള ഏറ്റവും വലിയ ഒരു ആരോപണമാണ്. പലപ്പോഴും നമ്മൾ പറയും ആഗ്രഹങ്ങൾ പാടില്ല എന്നെല്ലാം പറഞ്ഞില്ലേ, നിങ്ങൾ സ്വപ്നം കാണാൻ ചിന്തിപ്പിക്കുന്നത്. ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഭാരതം ചെയ്ത ഏറ്റവും തെറ്റായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ നരകത്തി കരകേറ്റി. നിങ്ങൾ ആരെങ്കിലും അത് വാട്സാപ്പിലൊക്കെ വളരെ വൈറലായിരുന്നു. ഇത് നരകമല്ല, ഇത് സ്വർഗമല്ലേ, അങ്ങനെ കാണണ്ടേന്ന് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നത്. അതേപോലെ എന്താണ് ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാവുക, മനസ്സ് നശിച്ചു എന്നെല്ലാം പറഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? ഞാൻ കോമയിൽ പോകുമോ? ഇത് ചെറിയ സംശയമൊന്നുമില്ല. ഇത് മനസ്സ് നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോമയിലേക്ക് പോകും, പിന്നെ എനിക്ക് എണീറ്റ് വരാൻ പറ്റത്തില്ലേ? അതല്ലെങ്കിലോ ഞാൻ ഈ ലോകത്തിനെ പറ്റി എങ്ങനെ അറിയും? ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഒരു വെജിറ്റബിൾ കണക്കാകാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ ട്രാൻസാക്ട് ചെയ്യും? എങ്ങനെ ട്രാൻസാക്ഷനിൽ ഈ റിയാലിറ്റിയിൽ ഞാൻ എങ്ങനെ ഇടപെടും? എന്റെ അനുഭവങ്ങളെ ഞാൻ എങ്ങനെ ഓർക്കും? ഞാൻ മനോനാശകരും. അതിനുശേഷം നിങ്ങളൊക്കെ ആരാണ്? നമ്മളിപ്പോ അടുത്ത് പഠിച്ചോണ്ടിരിക്കുന്നത് ഇത് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയുണ്ട്, മൈ ഫസ്റ്റ് 50 days. അങ്ങനെയാണ് ഒരു പടമുണ്ട്. അതിന്റെ കോപ്പി അല്ല, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഏറ്റെടുത്തുകൊണ്ട് മലയാളത്തിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസന്റെ ഒരു പടമുണ്ട്. ഇത് ഫസ്റ്റ് 50 days എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി, ഇവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവും ഒരു ദിവസം. അന്ന് വരെയുള്ള ഓർമ്മ ഇവർക്കുള്ളൂ. ഇവളെന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും ആ ദിവസത്തിനെ റീക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടെ എല്ലാം ചെയ്ത് ഇവിടെ അച്ഛനും ചേട്ടനൊക്കെ കൂടെയാണ്. അപ്പൊ ഇവിടെ രാവിലെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു കഫറ്റീരിയയിൽ പോകണം, അവിടുന്ന് കഴിച്ചിട്ട് അച്ഛന്റെ പിറന്നാളാണ്, അവിടുന്ന് ഒരു കേക്ക് മേടിച്ചോണ്ട് വരും. രാത്രിയിൽ ഇവരെല്ലാവരും കൊണ്ടിരുന്നിട്ട് ഒരു ഫുട്ബോൾ മാച്ച് കാണും. ആ മാച്ച് കണ്ടതിന് ശേഷം ഇവര് കേക്ക് മുറിക്കും, ഇവിടെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ഇവിടെ തന്നെ ചെയ്യും. അപ്പൊ ഇത് എത്രയോ ദിവസങ്ങളായിട്ട് എന്താണ് ഈ അച്ഛൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. അച്ഛൻ പിന്നെ ഇവിടെ ഒരുത്തിന് ഇഷ്ടപ്പെടും. അതിനുശേഷം ഇവരെന്ത് വെച്ചാൽ പതുക്കെ ഇവൾക്ക് ഓരോ ദിവസത്തെ ഞാൻ ഇത് കൊടുക്കും, ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട്. നല്ല രസമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയി പോവോ ഭഗവാനെ ഈ മനോനാശം വന്നു കഴിഞ്ഞാൽ? അങ്ങനെ കാര്യം ഇവിടെ ആചാര്യന്മാര് മനോനാശം എന്ന് പറയുമ്പോ മനസ്സിന്റെ ഒരു പ്രത്യേക ആസ്പെക്ടിനെ പറ്റിയിട്ടാണ് പറയുക. അതിന് രണ്ട് ആസ്പെക്ട് എന്താണ്? ഒന്ന്, ഇന്ദ്രിയങ്ങളിൽ കൂടെ ഈ ലോകത്തിനെ അറിഞ്ഞ് ഓർത്തു വെച്ച് മനസ്സിലാക്കുന്ന ആസ്പെക്ട്. ഇത് മനോനാശത്തിന് ശേഷം ഉണ്ടാവും. ഉദാഹരണം പേടിക്കണ്ട. എന്താണ്? ചിന്താനന്ദ സ്വാമി പുള്ളിക്ക് നമ്മൾ അറിയാം മുക്ത പുരുഷനായിരുന്നു. നമ്മൾ ഈ പറയുന്ന പ്രശ്നമായിട്ടുള്ള മനസ്സില്ലാത്ത ആളാണ്, പക്ഷെ നമ്മളെ ഒക്കെ തിരിച്ചറിയാം. പുള്ളിനെ പറ്റി പറയാം, അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. മനസ്സിലായി? മനോനാശത്തിന് ശേഷം എന്താണ്? അതുകൊണ്ടാണ് ഈ മനോനാശമൊക്കെ ടെക്നിക്കലാണ്. ഇത് ഈ ഒരു താല്പര്യം അറിയാതെ മനോനാശം എന്താണെന്ന് ആരെങ്കിലും ഒക്കെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ നേരത്തെ പറയുകയാണെങ്കിൽ നരകത്തിൽ തന്നെ കരകയറ്റിയുള്ള നിർവഹിക്കാൻ വായിച്ച് വെച്ചപ്പോ എന്നതിനെ വ്യാഖ്യാനിച്ചിരിക്കും. ഇങ്ങനെ വ്യാഖ്യാനം വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരിക. മനസ്സിലായില്ലേ? അപ്പൊ ഈ മനോനാശത്തിന് എന്താ ഇവിടെ അർത്ഥമാക്കാം? മനസ്സിന്റെ രണ്ട് ആസ്പെക്ട് ഉണ്ട്. അതിൽ ഒന്ന്, ഇന്ദ്രിയങ്ങളിൽ കൂടെ ലോകത്തിനെ അറിഞ്ഞ് ഓർത്ത് വെച്ച് മനസ്സിലാക്കി ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ആസ്പെക്ട്. ഈ ആസ്പെക്ടിന് പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ വേറൊരു ആസ്പെക്ട്,
ഇതാണ് നമ്മുടെ ഓരോ പ്രശ്നത്തിന് കാരണം. നമ്മൾ പറയുന്നത് മനേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയോഗം. മനുഷ്യന്റെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്താണ്? ഈ മനസ്സാണ്. ഈ മനസ്സാണ്. എങ്ങനെ ഈ മനസ്സ് മോക്ഷത്തിന് കാരണമാകുന്നത്? ഇത് ഇല്ലാതാകേണ്ടതല്ലേ, നശിപ്പിക്കേണ്ടതല്ലേ? അതെങ്ങനെ എന്റെ മോക്ഷത്തിന്റെ കാരണമാണെന്ന് ചോദിക്കുമ്പോ മനസ്സിന്റെ വേറൊരു ആസ്പെക്ട് ഉണ്ട്. ഈ ആസ്പെക്റ്റിനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. എന്താ ആസ്പെക്ട്? ഇത് കണ്ട വസ്തുക്കൾ, ഞാൻ കണ്ടത് പോലെ ഞാൻ അറിയുന്ന വസ്തുക്കൾ, ചിലപ്പോ കേൾക്കുന്ന ഒരു സൗണ്ടാകാം, കാണുന്ന ഒരു രൂപമാകാം, മണക്കുന്ന ഒരു സുഗന്ധമാകാം, രുചിക്കുന്ന ഒരു രുചിയാകാം, എന്താ തൊടുന്ന ഒരു വസ്തുവാകാം. ഇതില് ഞാൻ രാഗദ്വേഷങ്ങളെ പോസ്റ്റ് ചെയ്യും. ഞാൻ തീരുമാനിക്കുന്നതാണ് ഈ AC എനിക്ക് തണുപ്പിക്കുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമാണ് എന്ന് എന്റെ മനസ്സ് തീരുമാനിക്കും. AC ഇതിന് ജീവനുണ്ടോ? ഇല്ല. ഇത് സുഖമാണോ എനിക്ക് നൽകുന്നത്, ദുഃഖമാണോ എനിക്ക് നൽകുന്നത്? ഇത് സുഖമാണോ ദുഃഖമാണോ എന്ന് കൽപ്പിക്കുന്നത് ഞാൻ. അതായത് ഈ എന്റെ രാഗദ്വേഷങ്ങളെ ഞാൻ പെർസീവ് ചെയ്യുന്ന വസ്തുക്കളിലേക്ക് ഞാൻ കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരാള്, നമ്മൾ ചില ആൾക്കാരില് നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ തന്നെ നമ്മൾ എന്താണ് ചില അഭിപ്രായങ്ങൾ ഉപയോഗിക്കും. ഇല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സിനിമ എടുക്കണം എന്ന് ആഗ്രഹം വെച്ചു, അതിനകത്ത് വില്ലനായിട്ടുള്ള ഒരാളെ എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കും? നമ്മളൊരു വില്ലൻ എന്ന് പറയുമ്പോ മുഖത്തിൽ വെട്ടുണ്ടെങ്കിൽ അങ്ങനല്ലേ? അങ്ങനെയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ അവർ നടത്താറുണ്ട്. അതായത് ഒരു കൊച്ചുകുട്ടി അവനെ കീഴി പറഞ്ഞ ഡ്രസ്സോടുകൂടി അവനെ ഒരു കടയിലേക്ക് കയറ്റുള്ളൂ. ഉള്ള കടയിലെ ആൾക്കാർ എന്ത് ചെയ്യും? ആ കുട്ടിയെ പറഞ്ഞു അവനെ ഇറക്കിവിടും, പോകുന്ന ഇറക്കിവിടും. ഇത് കഴിഞ്ഞിട്ട് ഇവനെ നല്ല വേഷം ഇട്ട് അതേ ഒരു കൊച്ചുകുട്ടിയെ ആ കടയിലോട്ട് കയറി വീഴുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ വളരെ ക്യൂട്ടോ, മോനെ എന്ത് കുറ്റി മോനെ ഇത് ചോദിക്കും. രണ്ടു ഒരേ കുട്ടിയാണ്. പക്ഷെ അവന്റെ അപ്പിയറൻസ് മാറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടി ഇന്ന ആളാണ് എന്നുള്ളത് പോസിറ്റീവ്. ഇത് മനസ്സിലാക്കി ഈ മനോനാശം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ മനോനാശ സമയത്ത് ഈ ആസ്പെക്ട് ഇല്ലാതായി. അതായത് നമ്മുടെ ബന്ധത്തിനും അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും എല്ലാത്തിനും കാരണം എന്താണ്? മനസ്സിന്റെ ഈ ഒരു ആസ്പെക്റ്റാണ്. ഈ ആസ്പെക്റ്റാണ് നശിക്കുന്നത്. ആ രാഗദ്വേഷങ്ങളെ കൊടുക്കുന്ന അഹങ്കാരം, അഭാവകാരമുള്ള ആസ്പെക്ട്. നമ്മൾ ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനെയും ഇടപെടുന്നത് മനസ്സിന്റെ ഈ ഒരു ആസ്പെക്ട് വെച്ചിട്ടായിരിക്കും. ആണല്ലോ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ കാര്യത്തിനും നമ്മൾ എത്ര രാഗദ്വേഷങ്ങൾ ഇതാണെന്നെല്ലാം പറഞ്ഞാലും ഞാനത് ശരിക്കും അനുഭവിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ബസ്സിൽ കയറി വെച്ചു. ബസ് സ്റ്റാൻഡിൽ കയറുക, ബസ്സിൽ ആരും ഇല്ലെങ്കിൽ ഒരു 95% ബാക്കി സീറ്റുകളൊക്കെ നിറഞ്ഞതിന് ശേഷമേ എന്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മളെ കാണുമ്പോൾ തന്നെ ഞാൻ ടീഷർട്ട് ആണ് ഇടുന്നതെങ്കിൽ ആൾക്കാർ കുഴപ്പമില്ല. എനിക്ക് ഇത്തിരി താഴെയുണ്ട്, ഞാൻ എന്റെ യൂണിഫോമിലാണെങ്കിൽ 95% സീറ്റ് തീർന്ന എല്ലാവരും കയറിയ ശേഷം വേറൊരു സീറ്റ് ഇല്ലെങ്കിൽ മാത്രമേ എന്റെ അടുത്ത് വരും. കാര്യം സന്യാസിമാരെയോ അല്ലെങ്കിൽ ബ്രഹ്മചാരിമാരെയോ അല്ലെങ്കിൽ ഈ വേഷം ഇടുന്ന ആൾക്കാർക്ക് അവരെ പറ്റിയിട്ട് സമൂഹത്തിൽ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല, സമൂഹത്തിലുണ്ട്. ഇത് നമ്മൾ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ കാണും. എല്ലാ ദിവസവും എന്നുള്ള രീതിയിലാണ് കാണും. ചില സമയത്ത് ഇത് നമുക്ക് ബെനിഫിറ്റ് വേണം, ചില സമയത്ത് നമുക്ക് ബെനിഫിറ്റ് വേണം. ഇപ്പൊ ഇനി ഞാൻ പറഞ്ഞില്ല 6 മുതൽ പോയിരുന്നു. പോയ സമയത്ത് മുഴുവൻ നനഞ്ഞിരുന്നതിന് ശേഷം അവിടെ നിന്ന് ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ വീട്ടിൽ കയറി ചോദിക്കാം, കണ്ട കൂട്ടായിട്ടാണ്, പക്ഷെ ഉണ്ടെടുക്കൊന്നും ഇല്ലെങ്കിൽ കൂടെ ആ കൈ വളയായിട്ടുണ്ട് കുറെ സാധനമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ വേഷം ഇതൊക്കെ ആയതെല്ലാം കൊണ്ട് ഞാൻ ഒരു ചിന്താട്ടിൽ ബ്രഹ്മചാരിയാണ് ഓക്കെ സ്വാമി കയറി എന്ന് പറയാനും അതൊരു ഇതിനെ കുറിച്ച് വളരെ സാധുവായിട്ടുള്ള ഒരാള് ചോദിച്ചാൽ വീട്ടുകാർ സമയണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഈ ഒരു ആസ്പെക്ട് വേറെ രീതിയിൽ പറഞ്ഞാല്, വേറെ രീതിയിൽ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ, ഞാൻ എന്റെ വീട്ടിൽ TV, എല്ലാവരുടെ വീട്ടിൽ TV ഉണ്ട്. ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോ
മറ്റേ ഫ്ലാട്രോൺ. ഇപ്പൊ എന്താ ഏറ്റവും ഈ ഫ്ലാട്രോണെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ഫ്ലാട്രോണിന്റെ കാര്യത്തിൽ വീട്ടിൽ അറിയാം. കാരണം നമുക്ക് അതിന് ശേഷമുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫ്ലാട്രോൺ അല്ലെങ്കിൽ LCD ഡിസ്പ്ലേ അതല്ലെങ്കിൽ മറ്റേ 55 ഇഞ്ചിന്റെ TV ഒക്കെ ഒരു വീട്ടിൽ കണ്ടു. എനിക്ക് പിന്നെ എന്റെ വീട്ടിലെ TV അല്ല സുഖം നൽകുക, എനിക്ക് ഈ TV ഒക്കെ സുഖം നൽകുള്ളൂ. ആരാ തീരുമാനിക്കുന്നത്? എന്റെ മനസ്സിൽ. ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിലോ ഇതെന്റെ വലിയ പ്രശ്നമായി മാറും. എല്ലാവർക്കും കാണത്തില്ല ഈ പ്രശ്നം, എല്ലാവർക്കും ഇല്ല. ചില ആൾക്കാർക്ക് ചില കാര്യത്തിനോട് ഈ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും കാര്യത്തിനോട് ഇങ്ങനൊരു കാര്യമുണ്ടാവും. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും ആൾക്കാർക്ക് പ്രശ്നം, ചില ആൾക്കാർക്ക് ധനമായിരിക്കും, ചില ആൾക്കാർക്ക് വീടും അതിനുള്ള കാര്യങ്ങളായിരിക്കും, ചില ആൾക്കാർക്ക് സംസദായിരിക്കും. ആരെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ആ സിറ്റുവേഷൻസിൽ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിന്റെ ഈ ഒരു ആസ്പെക്ട് കൊണ്ടും മനോനാശം നടക്കുന്ന സമയത്ത് ഇതാണ് കണ്ടാകുന്നത്. അല്ലാതെ ഞാൻ മനോനാശം സംഭവിച്ചു കഴിഞ്ഞാൽ കോമയിലേക്ക് പോകില്ല. ഓക്കെ, അതെല്ലാം കഴിയും. യഥാർത്ഥ സ്വരൂപം അറിയുമ്പോഴേ സത്യത്തിൽ ഈ മനോനാശം സാധ്യമാകും. കാര്യം ഈ അഹങ്കാരം പോകുന്നത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് എനിക്ക് ആ TV പോരാതെ വരുന്നത്? ഒരാൾ വരുന്നതിന്റെ കാര്യം ഞാൻ ആ TV ഇല്ലേലും ആ TV ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്വരൂപം, എന്റെ സ്വരൂപം തിരിച്ചറിയുന്ന സമയത്ത് എനിക്ക് ലോകത്തിന് അത്രയ്ക്കുള്ള വില വരുന്ന സമയത്ത് ലോകവുമായിട്ട് ഈ ലോകത്തിന് വിലയിടുന്ന എന്റെ മനസ്സുണ്ട്. ലോകത്തിന് വിലയിടുന്ന ഒരു മനസ്സ്, ആ മനസ്സിലാണ് സത്യത്തിൽ മനോനാശത്തിൽ മനസ്സിനെ വേറൊരു തലത്തിലേക്കാണ് മനസ്സ് മടങ്ങി വരിക. മനോനാശത്തിന്റെ സമയത്ത് മനസ്സ് വേറൊരു തലത്തിലേക്കാണ് മടങ്ങി വരിക, പഴയ മനസ്സിലേക്കല്ല വരിക. മനോലയത്തിന്റെ സമയത്ത് എന്താണ്? പഴയ മനസ്സിലേക്ക് തന്നെയാണ് വരിക. മനോനാശത്തിന്റെ സമയത്ത് മനസ്സ് വേറൊരു തലത്തിലേക്ക് വരും. എന്താണത്? അനാത്മനി ആത്മബുദ്ധി ജഗതി സത്യബുദ്ധി എന്നുള്ള നമ്മുടെ അവസ്ഥ മാറും. ഇത് അനാത്മനി ആത്മബുദ്ധി, ആത്മാവല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനാണ് എന്നുള്ള എന്റെ ചിന്തയും ജഗത്ത് സത്യമാണ് എന്നുള്ള എന്റെ ചിന്തയുണ്ടല്ലോ, അത് മാറും. അങ്ങനെയാണ് മനസ്സ് ഇല്ലാതാകും. ഈ തലത്തിലേക്ക് മനസ്സ് മാറും. മനോനാശം സംഭവിച്ച ഒരു ജ്ഞാനിയുടെ മനസ്സ് സത്യത്തിൽ നോ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സില്ല. അതാണ് ഈ ചില സെൻ മൂവീസ് ഒക്കെ, സെൻ സിനിമകള് അല്ലെങ്കിൽ സെൻ ഫിലോസഫി വരുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ചൈനീസ് ഫിലോസഫി അല്ലെങ്കിൽ ജപ്പാനീസ് അങ്ങനത്തെ ബുദ്ധിസ്റ്റ് ഫിലോസഫീസ് ഒക്കെ വരുന്നതായിട്ടുള്ള ചില സിനിമയിലൊക്കെ ഈ നോ മൈൻഡിന്റെ യൂസേജുകൾ വരും. നോ മൈൻഡ്, ഫ്രീ യുവർ മൈൻഡ്, നോ മൈൻഡ്. ഞാനിങ്ങനെ കാണിക്കുന്ന ഒരു സാമുറായി മൂവി ഉണ്ട്, അതിന്റെ അകത്ത് ഒരു സീൻ ഉണ്ട്, അതുകൊണ്ട് അറിയാതെ വന്നതാണ് ഞാൻ വാൾ പിടിക്കുന്നത്. അപ്പൊ എന്താ, ഇവർ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്യാൻ വേണ്ടി പരിശീലിക്കുന്ന സമയത്ത് ഈ പരിശീലിപ്പിക്കുന്ന ആള് പറയും, ഫ്രീ യുവർ മൈൻഡ്, ഫ്രീ യുവർ മൈൻഡ്, മനസ്സിൽ ഇല്ലാതാക്കൂ. ഇവനിത് മനസ്സിലാക്കില്ല എന്താ സംഭവം, മനസ്സിലായില്ലേ? അപ്പൊ കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത് വേറെ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ ആ പ്രസന്റിൽ നമ്മൾ ലിവ് ഇൻ ദി പ്രസന്റ് എന്ന് പറയുന്നത്, ആ ലിവ് ഇൻ ദി പ്രസന്റിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് നോക്കുന്നത്. നമ്മളൊക്കെ ലിവ് ഇൻ ദി പ്രസന്റ് ആണല്ല. ഓരോ നിമിഷവും നമ്മൾ പല കാര്യങ്ങളിൽ ഇതിന്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമ്മൾ കളർ ഇട്ടാണ്, ഫിൽട്ടർ ഇട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നത് പോലും. ഞാനിത് പറയുന്നത് ഫിൽട്ടർ ഇട്ടാണ്, മനസ്സിലായി? പക്ഷെ ഒരു ജ്ഞാനിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഇല്ല. രാഗദ്വേഷങ്ങളാകുന്ന ഫിൽറ്റേഴ്സ് ഇല്ലേ. ഇവിടെ അജ്ഞാനനാശം നടക്കും. അതുകൊണ്ടാണ് അഹങ്കാരനാശവും രാഗദ്വേഷനാശവും ദുഃഖനാശവും സംസാരനാശത്തിനോടൊപ്പം തന്നെ ആ മനോനാശം നടക്കുക. കാര്യം മനസ്സാണ് എന്താണ് സംസാരത്തിലുണ്ടാകുന്നത്, മനസ്സാണ് ദുഃഖത്തിലുണ്ടാകുന്നത്, മനസ്സാണ് രാഗദ്വേഷത്തിലുണ്ടാകുന്നത്, മനസ്സാണ് അഹങ്കാരം, മനസ്സാണ് അജ്ഞാനം വർദ്ധിക്കുന്ന മനസ്സിലുള്ളത്. ഒരു മനോനാശം എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പ്രവർത്തനമുള്ള ഒന്നിലൊന്നും കൂടി. അപ്പൊ ഈ മനോനാശം ആണ് വേണ്ട. പ്രാണായാമത്തിലൂടെ മനോലയം നടക്കും. പിന്നെയോ പിന്നെ എന്തിലൂടെയാണ് ഈ മനോനാശം നടക്കുക? തടുത്ത സ്വാതന്ത്ര്യം, തടുത്ത സ്വാതന്ത്ര്യം. ഇഗ്നറൻസ് ആസ്പെക്ട് പോയ, ഈ അജ്ഞാനത്തിന്റെ അംശം. എന്താ അജ്ഞാനം ഇവിടെ? ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഈ കാണുന്ന വസ്തുക്കളിൽ ഞാൻ എന്തെങ്കിലും ഒരു വിലയിടുന്നു. ആ അജ്ഞാനത്തിന്റെ ആസ്പെക്ട് പോയാൽ പിന്നെ മനസ്സ് പഴയ പോലെ വളരില്ല. അതോ അത് നമ്മൾ ശ്രദ്ധിക്കണം.
മനോലയോ മനോനാശവും ചിലപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും, പുറത്തു നോക്കും. ഓക്കെ, പക്ഷെ അതിന് മറ്റേ പറയുന്നില്ല കടലാടിയും അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണാം. എന്താണ് മനോലയം ഉണ്ടാക്കുക? എന്താ ഉണ്ടാക്കുക? പ്രാണായാമം. മനോലയം ഉണ്ടാക്കുക പ്രാണായാമം. മനോനാശം എന്താ ഉണ്ടാക്കുക? മനോനാശം ഉണ്ടാകുന്നത് അടുത്ത ശ്ലോകം. 14ാമത്തെ ശ്ലോകം. പ്രാണബന്ധനാ ലീനമാനസം പ്രാണബന്ധനാ ലീനമാനസം ഏകചിന്തനാ നാശമിത്യതഃ ഏകചിന്തനാ നാശമിത്യതഃ പ്രാണബന്ധനാ ലീനമാനസം ഏകചിന്തനാ നാശമിത്യതഃ. പ്രാണന്റെ നിയന്ത്രണത്താൽ ഈ മനസ്സ്, പ്രാണന്റെ നിയന്ത്രണത്താൽ ലയിക്കുന്ന ഈ മനസ്സ് ആ ഒന്നിന്റെ, ആ സത്യത്തിന്റെ, ആ ഏകചിന്തയോടെ അതിനെ ധ്യാനിക്കുന്നതിലൂടെ നശിക്കുന്നു. എന്താണ് മനോലയത്തിന്റെ കാരണമാകുക? പ്രാണായാമം. പ്രാണന്റെ നിയന്ത്രണത്താൽ പ്രാണായാമം കൊണ്ട് പ്രാണബന്ധന ലീനമാനസം, മനസ്സ് ലീനമാകും. ഇനി ഈ ലീനമായ മനസ്സിന് എങ്ങനെയാണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റുക? ഏകചിന്തന. ഏകചിന്ത. ഏത് ഏകചിന്ത? ആ ഏകത്തിനെ ചിന്തിക്കുന്നതിൽ കൂടെ, ആ സത്യത്തിനെ ചിന്തിക്കുന്നതിൽ കൂടെ എന്താണ് ആ നാശം. എന്താണത്? പ്രാണബന്ധന, ശ്വാസത്തിനെ നിയന്ത്രിച്ചതിലൂടെ ഈ മനസ്സിനെ ശാന്തമാക്കി, പ്രാണായാമം കൊണ്ട് ശാന്തമാക്കി. ഇനി ആ ഏക സത്യത്തിനെ, ആ ആത്മാവിനെ നിയന്ത്രിച്ചു. എന്താ ആത്മാവ്? സജാതീയ, വിജാതീയ, സ്വഗത, ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞില്ലേ? എനിക്കറിയാം. സജാതീയ, വിജാതീയ, സ്വഗത, ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാത്തതായിട്ടുള്ള ആ ഒന്നിനെ പറ്റിയിട്ട് ചിന്തിക്കും. ആ ആത്മാവ് ഏകമേവാദ്വിതീയം. അതായത് ഇത് മാത്രമേ ഉള്ളൂ, എല്ലാം അത് തന്നെയാണ്. അങ്ങനെയുള്ളതിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്താണ് നമ്മള് എല്ലാത്തിലും ഒരേപോലെ ഒന്ന് പോലെ ഉള്ളത് എന്താ ഉള്ളത്? അതായത് എല്ലാത്തിലും ഒരേപോലെ ഉള്ളത് എന്താണെന്നാണ് ചോദ്യം. എല്ലാത്തിലും ചൈതന്യം. ചൈതന്യമാണ്. ഈ ചൈതന്യത്തിന് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ സത്ത ആസ്പെക്ട് എന്ന് പറയും. അപ്പൊ എല്ലാത്തിലും ഉള്ളത് എന്താണ്? ആ ഉണ്മയാണ്. എല്ലാത്തിലും ഉണ്ട്, ഉണ്മയാണ്. ആ ഉണ്മയെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ മാറും. അതിനെ ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെ ചിന്തിക്കണം? ഇത് ധാരണ ആസ്പെക്ട് ആണ് വരുന്നത് ഇതില്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നമ്മൾ ജ്ഞാനത്തിന്റെ സമയത്തൊക്കെ നമ്മൾ കാണുന്നു. ഇതിൽ കൂടെ എന്താണ് ആ മനസ്സിനെ ഇല്ലാതെയാക്കാൻ എന്താണ് ആ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിനെ, ആ എല്ലാത്തിലുമുള്ള ആ ഉണ്മയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആ മനസ്സ് ശാന്തമാകുക മാത്രമല്ല, ആ മനസ്സില്ലാതെ എല്ലാത്തിലും ഒന്ന് തന്നെ കാണുകയാണെങ്കിൽ, ഉദാഹരണമാണിത്. മറ്റേ നമുക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവും, ഇരിക്കുന്നവർക്ക് ബിസ്ക്കറ്റ്, 2 ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. ഓക്കെ, 2 ഷേപ്പിലുള്ള ഒന്ന് ഗുരുദേവൻ പറഞ്ഞിട്ട് ജിറാഫിന്റെ ഉള്ള ബിസ്ക്കറ്റ് ഉണ്ട്, മുതലയുടെ രൂപത്തിലുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റില് എനിക്ക് മുതലേ കിട്ടിയുള്ളൂ, ജിറാഫിനെ കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും വഴക്കുണ്ടാക്കുമോ? ഇല്ല. പിള്ളേർ വഴക്കുണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും. കാര്യം അവൻ ഇതിൻ്റെ അകത്ത് വ്യത്യാസമാണ്. നേരെ മറിച്ച് നമുക്കെന്താ ഇവിടെ പ്രശ്നമില്ലാത്ത കാര്യം? നമ്മള് ഈ ജിറാഫിന്റെ രൂപത്തിലുള്ള ബിസ്ക്കറ്റും ഈ മുതലയുടെ രൂപത്തിലുള്ള ബിസ്ക്കറ്റും രണ്ടും ബിസ്ക്കറ്റ് തന്നെയാണ്, ഒന്ന് തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത്, ആ ഏകചിന്തനത്തിൽ ഈ വ്യത്യാസം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഇവിടെ എന്റെ കട്ടാക്കേണ്ട മനസ്സിന്റെ ഒരു ആസ്പെക്ട് എന്താ ചെയ്യുന്നത്? ഓരോന്നിനും വിലയിടുന്നു. ഞാൻ ജിറാഫിന് കൂടുതൽ വിലയിട്ടു, ഞാന് മുതലയ്ക്ക് വില കുറച്ചിട്ടത് കൊണ്ടാണ് കുട്ടി കരയുന്നത്. നമുക്കിവിടെ എല്ലാത്തിനും ഒരേ വിലയാണ്. ആ ആസ്പെക്ട് കട്ടായി. എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ആ ചിന്ത, അല്ലെങ്കിൽ ആ ഏകത്തിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ടുള്ള ഭാവം പോവും. അവിടെ ആ മനസ്സ് നാശമാവും. ഏകദേശം നടന്നില്ല കാര്യം.
അല്ലേ എന്താണ് വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഏറ്റവും അപരിമേയമായിട്ടുള്ള അതിനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ലിമിറ്റേഷൻസ് ഇല്ലാതെയാണ്. നമ്മുടെ എല്ലാവരുടെ പ്രശ്നം എന്താണ്? ഇത്രയുള്ളൂ, ഞാൻ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രശ്നം. വേറൊരു രീതിയിൽ ഞാൻ ആ പൂർണ്ണസ്വരൂപി തന്നെയാണ്, ആ ഏകനാണ് ഞാൻ എന്നുള്ള ചിന്ത എന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഞാൻ അൺലിമിറ്റഡ് ആണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. എന്താ ഉദാഹരണം? ഈ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർ വഴക്കുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഒറ്റയ്ക്ക് ഞാൻ കോളേജിൽ പോയി സമയത്ത് എല്ലാവരും എന്നെ റാങ്ക് ചെയ്തു. ആ സമയത്താണ് ഞാൻ അവിടെയുള്ള വളരെ ശക്തിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഭാഗമാണ്. അപ്പൊ എന്താ, എന്റെ മനസ്സിൽ ആ ഒരു ഇതുണ്ട്, ഇവൻ ഒറ്റയ്ക്കാണ് പിറ്റേ ദിവസം കോളേജിൽ പോകുന്നത്, പക്ഷെ ആര് വന്നാലും അവരോട് ഇവൻ തിരിച്ചു പറയും. കാര്യം എന്താ, ഇവൻ ആ പാർട്ടിയുടെ ഭാഗമാണെന്നൊരു ചിന്തയുണ്ട്. നല്ലൊരു ഉദാഹരണമല്ല എങ്കിൽ കൂടി അതേപോലെ ഞാൻ ആ പൂർണ്ണസ്വരൂപിയെ തന്നെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത്, അതിനെ തന്നെ ധ്യാനിക്കുന്ന സമയത്ത് എന്റെ ലിമിറ്റേഷൻസ് ഇല്ലാതെ. ലിമിറ്റേഷൻസ് ആണ് എന്താണ് മനസ്സിനെ കൊണ്ട് വിലയിപ്പിക്കുന്നത്, മനസ്സ് നശിക്കും. ഓക്കെ, ഇതുകൊണ്ടാണ് പറയാ ഈ മനസ്സുണ്ടേലേ ആ ബ്രഹ്മത്തിനെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മനയോഗമാണ് കാരണം ബന്ധമോക്ഷം. അപ്പൊ ഈ മനസ്സ് വേണം. ഓക്കെ, മനസ്സുകൊണ്ട് മാത്രമേ അത് പറയും. മനസ്സാ ഏവ ബ്രഹ്മ അവാപ്തവ്യം, ആപ്തവ്യം. എന്താണ്? മനസ്സുകൊണ്ടാണ് നമ്മൾ ഈ അജ്ഞാനത്തിനെ, പരിമിതിയൊക്കെ നമ്മൾ മാറ്റുന്നത്. അതുകൊണ്ട് മാറ്റുന്ന സമയത്ത് എന്താണ് ആ ബ്രഹ്മം വിളങ്ങുന്നതാണ്. ഇതാണ് താല്പര്യം. ഇവിടെ ചിത്ത ഏകാഗ്രത എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. മനസ്സിനെ കൊണ്ട് ഏകാഗ്രത ധാരണയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അത് ആ മനോലയത്തിന്റെ ആസ്പെക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ, മനോനാശം കൊണ്ട് എന്താണ് എല്ലാ അഹങ്കാരവും ആ അജ്ഞാനവും ഇല്ലാതെയായിട്ട് നമ്മൾ ലിബറേറ്റ് ആവും. ഇവിടെ വേദാന്ത സാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മനോനാശം എന്നുള്ളത് ആരുടെയാണ്? ഒരു ജീവന്റെ ലക്ഷണമാണ്. മനസ്സില്ലാത്ത അവസ്ഥ ഇത് ജീവന്റെ ലക്ഷണമാണ്. കാര്യം മനസ്സാണ് ഈ ലോകത്തിന് വിലയിടുന്നത്, മനസ്സാണ് ഈ ലോകത്തിന് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ആ ആസ്പെക്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉള്ളത് മുഴുവൻ ആ ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ സത്യം തന്നെയാണ്, എല്ലാം ആ ഉണ്മ തന്നെയാണ് എന്നുള്ളത് ഞാൻ കാണാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാ ലിമിറ്റേഷൻസും മാറും. എന്റെ മനസ്സ് നശിക്കും. മനസ്സ് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേർതിരിവിൽ കാണില്ല. വേർതിരിവിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമരൂപമായിട്ടുള്ള പ്രപഞ്ചത്തിനെ അല്ല ഞാൻ കാണുന്നത്, എല്ലാത്തിലും ഈശ്വരൻ തന്നെയാണ് കാണുന്നത്. ഇതിലേക്കാണ് നമ്മളെല്ലാവരും എത്തേണ്ടത്. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം. എന്താണ് മനസ്സ് സുസ്ഥിതി എന്ന് പറഞ്ഞിട്ട് പദാർത്ഥ സ്വഭാവം. അതിനാണ് മനസ്സ് കൊടുക്കുന്നതായിട്ടുള്ള വേർതിരിവുകളെ കട്ട് ചെയ്തിട്ട് ആ മനസ്സിനെ നശിപ്പിച്ചിട്ട് എല്ലാം ഒന്ന് തന്നെയാണ് കാണുന്നത്. ശരി, ബാക്കി നമ്മൾ ആകണം. ശാന്തി. ഓ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ओम शांति शांति शांति. हरि ओम श्री गुरुभ्यो नमः. हरि ओम.